നമസ്കാരം. ഒരു കാലത്ത് കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നിത്യ സംഭവമായി മാറിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടന്ന സംഭവം നമ്മളേവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ കുറേ പേർ ചേർന്ന് ഒരാളിനെ വെട്ടിക്കൊല്ലുന്നതാണ്. എന്നാൽ ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയും ഒരു കൊലക്കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. അലുവ അതുൽ എന്നറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഈ ജിം സന്തോഷിനെ ഇന്ന് കൊല്ലപ്പെട്ട അതുലും സംഘവും ചേർന്ന് അയാളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് വധിച്ചത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സംഭവം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ പകലും രാത്രിയൊന്നുമില്ലാതെ കേരളത്തിൽ വിളയാട്ടം നടത്തുകയാണ്. ഇവരെ തടയാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്, അല്ലെങ്കിൽ ഇവർക്ക് മൂക്കുകളിടാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നതേ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇത്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ ഈ അതുൽ ജാമ്യത്തിലിറങ്ങിയാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ മറ്റൊരു ഗുണ്ടാ സംഘത്തിൻ്റെ നോട്ടപ്പുള്ളിയായ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ ഇയാളെ രക്ഷിക്കുന്ന കാര്യത്തിലൊന്നും തന്നെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളും ഇയാളുടെ ഒരു സുഹൃത്തുമൊത്ത് കാറിൽ സഞ്ചരിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. ഇതിൻ്റെ മുന്നിൽ നിന്നൊരു കറുത്ത കാർ പോകുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ അതിൽ സഞ്ചരിച്ചിരുന്ന ചെറിയ കാർ വരുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ എത്തിയ ഇന്നോവ കാർ പെട്ടെന്ന് തന്നെ ഈ കാറിനെ ഇടിക്കുന്നു. ഈ കാറ് മുന്നോട്ട് പോയി ഒരു കുഴിയിലേക്ക് പതിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ കാറിൽ നിന്ന് ചാടി ഇറങ്ങി വടിവാളും മറ്റുമായി എത്തിയ ഒരു സംഘം അവരെ വെട്ടിക്കൊല്ലുന്നു. അതിൽ സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിൽ ഒരു കറുത്ത കാർ സഞ്ചരിക്കുന്നുണ്ട്. ആ കാർ ഇടത്തോട്ട് തിരിയുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ കാർ മുന്നോട്ടെടുക്കുമ്പോൾ പുറകിൽ നിന്നെത്തിയ ഇന്നോവ കാർ ഈ കാറിനെ ഇടിക്കുകയും ഇത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഒരു വലിയ കുഴിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ ഇന്നോവ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയ ഒരു സംഘം എത്തിയാണ് ഈ കാർ ആക്രമിക്കുന്നതും തുടർന്നവർ അതിലിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹൈവേയിൽ, അതായത് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന വളരെ ഒരു പട്ടണത്തിൽ, അവിടെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ മുഖംമൂടി പോലും ധരിക്കാതെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ കാറിൽ നിന്നിറങ്ങി ഇയാളെ വെട്ടിക്കൊല്ലുന്നത്. തീർച്ചയായും ഗുണ്ടാ സംഘങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു ഈ അതുലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഗുണ്ടകളുടെ ഒരു രീതി അനുസരിച്ച് ഒരു ഗുണ്ടാ സംഘ തലവനെ ആരെങ്കിലും വധിച്ചാൽ തിരികെ ഈ വധിച്ച കേസിലെ പ്രതിയെയും കൊല്ലുന്ന ശീലം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യമൊന്നും തന്നെ ശ്രദ്ധിക്കാതെയാണോ ഇവരെ എല്ലാവരെയും ഇങ്ങനെ വിട്ടിരുന്നത് എന്ന് സ്വാഭാവികം നമ്മൾ ഇവിടെ ചോദിക്കേണ്ടി വരും. പോലീസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം ദുർബലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. കേരളത്തിൽ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല വഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്നാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലമാണ് ഇന്നിപ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി DYFI നേതാക്കൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നതും തല്ലാൻ പിടിക്കുന്നതുമൊക്കെ. ഇവരുടെ പേരിൽ കേസെടുക്കാനോ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനോ പോലും ഒരിക്കലും അവർക്ക് കഴിയാറില്ല. കാരണം അവർക്ക് പാർട്ടിയുടെ പിന്തുണയും സഹായവും എല്ലാവിധ സ്വാധീനവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പോലീസുകാരെ ഇവരിന് കായികമായി നേരിട്ടാൽ പോലും അവരൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പോലീസുകാർക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പോലും കേരളത്തിൽ ക്രമസമാധാന രംഗത്ത് വലിയ തകർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ കൊല്ലത്തെ ഈ ഒരു കൊലപാതകം. നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നേരത്തെ ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതായത് തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ വലിയ നഗരങ്ങളിലാണ് ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ നേരത്തെ വിളയാടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ചെറുപട്ടണങ്ങളിലേക്കും ഇവരുടെ ശക്തി വ്യാപിക്കുന്നു, അല്ലെങ്കിൽ അവിടം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി മാറുകയാണ് കരുനാഗപ്പള്ളിയിലെ ഈ ഒരു കൊലപാതകം. കരുനാഗപ്പള്ളി ഒരു സാമാന്യം ഭേദപ്പെട്ട പട്ടണമാണ് എങ്കിലും അത് കൊല്ലം പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയൊന്നും വലിയ നഗരമല്ല. അവിടെ പോലും പട്ടാപ്പകൽ ആളുകൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോഴും ദേശീയപാതയിലിട്ട് അതിനെ വെട്ടിക്കൊല്ലുന്ന സമയത്തും അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതുവഴി ആളുകൾ 2 വീലറിലും ലോറിയിലും ഒക്കെ തന്നെ പോകുന്നുണ്ട്. ആരും ഇത് കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അങ്ങോട്ട് പോകാത്തത്. പക്ഷേ പോലീസ് അവിടെ പോയിരുന്നു എന്നുള്ള സ്വാഭാവികം അന്വേഷിക്കേണ്ടി വരും. ഇത് പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയാണ് ഇത് നടന്നത്, അതോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ വിദൂരമായ സ്ഥലത്താണ് ഇത് നടന്നതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും അതിൻ്റെ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പരാജയവും തിരിച്ചടിയും തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്നത് പാർട്ടി ഭരണം, സെൽ ഭരണമാണ് എന്നുള്ളത് എല്ലാ CPM ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. ഇവിടെ അത് ഉണ്ടായതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭീകരമായ സംഭവം, ആളുകളെ ഞെട്ടിപ്പിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നതാണ്. അത്രയും
ഭീകരമായ രീതിയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാറിൽ നിന്നിറങ്ങിയെത്തിയ ഇവർ ഈ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കൊലപാതകം നടത്തുന്നത്. ഇന്ന് കൊല്ലപ്പെട്ടുള്ള ഒരു പ്രമാദമായ കൊലക്കേസിലെ പ്രതിയാണ്. ഇയാൾ പലരെയും ആക്രമിച്ച കേസിലെ പ്രതിയാണ്. എറണാകുളത്ത് ഒരു വ്യക്തിയെ ബ്ലൈഡ് കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അങ്ങനെ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെങ്കിലും അല്ലാത്ത നിരപരാധി ആളാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ നഗരങ്ങളിൽ, നമ്മുടെ ദേശീയപാതയിൽ ഒന്നും തന്നെ ആളുകൾക്ക് യാതൊരു സുരക്ഷിതത്വമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ ഒരു സംഭവം മാറുകയാണ്. അതുവഴി കടന്നുപോയ വാഹനങ്ങളിലെ യാത്രക്കാർ എന്തുകൊണ്ട് വാഹനം നിർത്തി ഇത് നോക്കിയില്ല എന്ന് ചോദിച്ചാൽ അവർ ഭയന്ന് തന്നെ അറിയാം. കാരണം എല്ലാവരും കയ്യിൽ മാരകായുധങ്ങളായി നിൽക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഹോട്ടലിൽ ചെന്ന് നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പണം ചോദിക്കുന്ന ഹോട്ടൽ ഉടമയെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ തെരുവുകളിലൊക്കെ തന്നെ ഒരു വലിയ സംഘം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ നിരന്തരമായി ആക്രമണം നടത്തുകയും മയക്കുമരുന്നും മറ്റും പരസ്യമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ ഒന്നും തന്നെ തടയാൻ നമ്മുടെ പോലീസിന് കഴിയുന്നില്ല. അവർ രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ മുഖ്യമന്ത്രിയെ തടയാനെത്തിയവരെ ചെടിച്ചട്ടി എടുത്ത് തലയ്ക്കടിക്കുന്നത് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ VIP സുരക്ഷയ്ക്ക് വേണ്ടി ഈ പോലീസുകാർ നെട്ടോട്ട് ഓടുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ, ഇയാൾ ക്രിമിനലാണെങ്കിൽ പോലും അയാൾ ഈ നാട്ടിലൊരു പൗരനാണ്, അയാൾക്ക് പോലും സംരക്ഷണം നൽകണം. അതായത് ഒരുപാട് പേരെ ഏറ്റിട്ടുള്ള നോട്ടപ്പുള്ളിയായ ഒരാളിനെ രക്ഷിക്കുന്ന കാര്യത്തിൽ പോലും കേരള പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഒരു സംഭവം തെളിയിക്കുന്നത് കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തന മികവ് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്.